നമസ്കാരം. ഇനി 1.5 ദിവസം മാത്രം മതി നമ്മൾ കാത്തിരിക്കുന്ന കേരളത്തിലെ ഭരണമാറ്റത്തിനുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാദുരന്തം നമ്മളെ നാട്ടിൽ നിന്ന് പോകാൻ വെറും 1.5 ദിവസമാണ്. ഇത് ഉറപ്പിക്കാം, നമുക്ക് ഉറപ്പിക്കാം. ഇല്ല എങ്കിൽ നമ്മളെ നാട് നശിച്ചു എന്ന് കരുതിയാൽ മതി. അവസാനം കൊടുത്ത 65 ലക്ഷം പേർക്ക് കൊടുത്ത പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2 മാസത്തെ പെൻഷൻ കൊടുത്ത 4000 രൂപ ഒരുമിച്ച് കിട്ടിയതും, അതേപോലെ വലിയ ബോർഡുകൾ പരസ്യം ചെയ്ത് ആളെ പറ്റിച്ചതും വഴി ചിലപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷയെ കാത്തിരിക്കാം. മാത്രമല്ല പഴയ MLA-മാരെയൊക്കെ ജനങ്ങളുമായി ബന്ധമുള്ളത് കൊണ്ട് വീണ്ടും തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. മാത്രം വലിയ ബോർഡ് വെച്ചിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ പബ്ലിസിറ്റി ബോർഡ് വെച്ചതോടുകൂടി പിണറായി വിജയന്റെ മറ്റാരുണ്ട് വരാനെന്നുള്ള LDF-ലെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡിൽ പിണറായിന്റെ ഫോട്ടോ കണ്ടിട്ട് ഈ പാവം MLA-മാരുടെ പേരും പ്രശസ്തിയുള്ള നാട്ടിൽ പോലും തിരിച്ചു നാട്ടിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താവട്ടെ, നമ്മൾ വയനാട്ടിലേക്ക് കടക്കാം. വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം കുറഞ്ഞ സീറ്റുകളുള്ള ഒരു ജില്ലയാണ്. വെറും 3 സീറ്റുകളാണ് അവിടെയുള്ളത്. നമുക്കറിയാം, കാസർഗോഡ് 5 ഉണ്ട്, പത്തനംതിട്ട 5 ഉണ്ട്, അതേപോലെ ഇടുക്കി 5 സീറ്റുണ്ട്. എന്നാലും വയനാട്ടിൽ 3 സീറ്റ് മാത്രമുണ്ട്. വയനാട് ഒരു ജില്ല ആയിട്ടാണ് കരുതുന്നത്. നേരത്തെ മലപ്പുറത്തിൻ്റെ ഒരു ഭാഗം, കോഴിക്കോടിൻ്റെ ഒരു ഭാഗം, കണ്ണൂരിൻ്റെ ഭാഗം കൂടി ചേർത്തിട്ടാണ് മലപ്പുറം ഉണ്ടായത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, അതേപോലെ കൽപ്പറ്റ, ഈ 3 മണ്ഡലങ്ങളിലും നമ്മളെ കണ്ടുള്ള ഒരു പ്രതിഭാസം, രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ 60,000, 50,000, 70,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ പ്രിയങ്ക വന്നപ്പോൾ അതേപോലെ ആവർത്തിച്ചു. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ 3 മണ്ഡലങ്ങളിലും UDF-നുള്ളത്. നമുക്കറിയാം, വയനാട്ടിലെ ഏറ്റവും വലിയ കലാമിറ്റി നടന്നു. അവിടെ പ്രകൃതി ദുരന്തം നടന്നു. അതിൽ മുണ്ടക്കൈ ദുരന്തമുണ്ടായി. അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് 750 കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. എന്നാൽ പിണറായി വിജയൻ ചെലവഴിച്ച എത്രയാണ്? ആപ്പാടെ 10-25 കോടി റുപ്യാണ്. എന്നിട്ട് 300 കോടി രൂപ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? നമ്മുടെ ഊരാളുകളിൽ കൊടുത്തിരിക്കുക. അതിൻ്റെ അകത്ത് 300 കോടിൻ്റെ അകത്ത് ഒരു വീട് ഉണ്ടാക്കാൻ മാക്സിമം എത്ര രൂപ വേണം? 10 രൂപ വേണം. 10 ലക്ഷം രൂപ വേണം നമ്മളെ മാക്സിമം കേട്ടോ. പക്ഷെ 20 ലക്ഷമാണ് ഒരു വീടിന് വെച്ചിരിക്കുന്നത്. അങ്ങനെ 300 കോടി ഇപ്പം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിലിപ്പം 178 വീടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ 178 വീടിൻ്റെ വിദ്യുത് ശക്തിയോ വെള്ളമോ ഒന്നുമില്ല. എന്നിട്ടും ഭയങ്കര മാമാങ്കം നടത്തി 100 കോടി രൂപ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വലിയ പരസ്യങ്ങൾ മറ്റാരുണ്ട് പാവപ്പെട്ട ഇതുപോലെ ദുരന്തത്തിന് സഹായിക്കാൻ എന്ന് കള്ളപ്പരസ്യം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഒരു വില്ലനാണ് പിണറായി വിജയൻ, കാട്ടുകള്ളൻ, മാഫിയ തലവൻ. അങ്ങനെയുള്ള വയനാട്ടിൽ നമുക്കൊരു കാര്യം അറിയാം. മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയുള്ള ആരാണ്? മേപ്പാടി ദുരന്തം ആദ്യം രാത്രി ഓടിയെത്തിയുള്ളത് സിദ്ദിഖ് MLA-ആണ്. കോൺഗ്രസ്സുകാരെ കംപ്ലീറ്റ് ഉയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇവരും കൂടെയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. വൈറ്റ് ഗാർഡ് അവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് സപ്ലൈ ചെയ്തു. പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് അവിടെയാണ്. ഇത്തരത്തിലുള്ള സ്ഥലത്ത് അവർ സ്വന്തമായി 51 വീടുണ്ടാക്കി കൊടുത്തു. എല്ലാ സൗകര്യങ്ങളുള്ള വീടുണ്ടാക്കി കൊടുത്തു. എന്താ, നമുക്ക് ഇലക്ഷനിലേക്ക് വരാം. ഈ 3 മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത്. ഈ 3 മണ്ഡലങ്ങളുടെ ഏറ്റവും അധികം ഇത്തരം ചർച്ചകൾ തന്നെയാണ് അവിടെ വയനാട്ടിൽ നടന്നിട്ടുള്ളത്. കൂടാതെ ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം ആഞ്ഞടിച്ചുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ച ഉള്ള സ്ഥലമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് വയനാട് എന്ന് പറയാൻ പറ്റും. കുടിയേറ്റ കർഷകർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഇവരൊക്കെ കെട്ടായിട്ട് തന്നെ ഇത്തവണ UDF-ന് അനുകൂലമായി മാറി എന്നുള്ളതാണ് സത്യം. പിന്നെ ശബരിമല വിവാദം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട്. അവിടെ ഇത്തവണ ഇലക്ഷനിൽ നിന്നുള്ളത് ഒന്ന് സിദ്ദിഖാണ് ഇവിടെ കൽപ്പറ്റയിൽ. പിന്നെ OR കോളിനെതിരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ സുൽത്താൻ ബത്തേരി ബാലകൃഷ്ണനാണ്. ഈ 3 സ്ഥലത്തും UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വയനാട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പറഞ്ഞത് 3 സ്ഥലത്തും, അതായത് ഈ കോൺഗ്രസ് ജയിക്കും, ദയനീയമായി OR കേളു അടക്കമുള്ള മന്ത്രി അടക്കം 3 പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ 3 പേരും പരാജയപ്പെടും. 3 സ്ഥലത്തും നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. 3 സ്ഥലത്തും ദയനീയമായി CPM തോൽക്കും.
കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും, മറ്റൊരു പാർട്ടിക്കും ഇവിടെ പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാലാണ് അവിടെ കോൺഗ്രസ് വിജയിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് ഐസക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാനും അദ്ദേഹവുമായി സംസാരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത്. 3 സീറ്റും ഉറപ്പായിട്ടും കോൺഗ്രസിനോടൊപ്പം എന്ന് തന്നെയാണ് ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു ജില്ല വയനാടാണ്. ചില ഇതിൽ പറഞ്ഞിട്ടുണ്ട് 2 സീറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വയനാട്ടിലെ സ്ഥിതി? വയനാട്ടിൽ നമ്മൾ 3 സീറ്റും ജയിക്കും. നമ്മള് മാനന്തവാടി കേളു വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇന്നലത്തെ. ഇല്ല, ഒരു സാധ്യതയില്ല. നോ ചാൻസ്. എത്ര വോട്ടിന് ജയിക്കും? അല്ല, അവിടെ നമ്മൾ എന്താണ് ഒരു നിയർലി 5 to 10, ഏറ്റവും ചുരുങ്ങിയത് 5 to 10. 5 to 10. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 5ന്റെ 5 മിനിമം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000-ന് മേലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ അവിടെ. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു ഉണ്ട്. മറ്റേ തിരുനെല്ലി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഭൂരിപക്ഷം. മാത്രമല്ല, അതിനകത്തുള്ള ഈ സർവേകൾ കേളുവിന് അനുകൂലമായിട്ട് പലപ്പോഴും വരാനുള്ള കാരണം, ഇപ്പൊ വ്യക്തിപരമായും അദ്ദേഹത്തോട് ചോദിച്ചാൽ ആരും അദ്ദേഹത്തിനെതിരെ പറയില്ല. പക്ഷെ അദ്ദേഹത്തിനോടൊരു സ്നേഹമൊക്കെ ചിലപ്പോൾ ആളുകൾ കാണിച്ച, പക്ഷെ വോട്ട് കേളുവിനില്ല. വ്യക്തിപരമായി അദ്ദേഹം വലിയ കുഴപ്പക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം ജയിക്കുന്ന പരമ്പരാഗത അല്ലെങ്കിൽ ട്രഡീഷണൽ CPM ശൈലിയിൽ വ്യത്യസ്തമായിട്ട് കുറച്ച് ആളുകളോട് സോഫ്റ്റ് ആയിട്ട് ഇടപെടുകയും നല്ല പൊടി നല്ല ആ ഒരു സാധനം ഉണ്ട്. അതിപ്പോ എന്നോട് ചോദിച്ചാലും ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചാൽ വലിയ ചീത്തയൊന്നും അല്ലാത്തതോ അതോ നമ്മള് അങ്ങനെ പറയും. അങ്ങനെ പൊതുരംഗത്തുള്ള ആളുകളെ, ഓരോ ആളുകളെ കുറിച്ച് നമുക്ക് 2 സാധനം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരിയില് എന്തായി തീരും? സുൽത്താൻ ബത്തേരിയിൽ സാധാരണ താഴെ തട്ടിൽ ജനങ്ങളുമായിട്ട് ഐസിക്ക് നല്ല ബന്ധമുണ്ട്. 15 കൊല്ലം കൊണ്ട് അദ്ദേഹം വളരെ സാധാരണക്കാർക്ക് ഏറ്റവും ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു MLA എന്നായിരിക്കും അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഒരു അവിടെ മരിച്ച ഒരാളുമായിട്ട്. അതൊന്നും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണില്ല. കൽപ്പറ്റയില് ഒരു നമ്മള് സ്വീപ്പാണ്. അവിടെ നമ്മളെ വീട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. കണക്റ്റഡ് അല്ലല്ലോ അതൊന്നും. ഇതും ഈ ഇലക്ഷന്റെ ഇതിനെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ലല്ലോ. പിന്നെ തന്നെയല്ല, അത് തെറ്റായി മീഡിയാസിന്റെ പേര്. കാരണം നമ്മൾ കൊടുക്കുന്ന വീട് എന്ന് പറയുന്ന മാനദണ്ഡങ്ങളുടെ പേരിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർക്കാണ്. ഗവൺമെന്റ് നോംസിൽ നമ്മൾ 500 ചില്ലാൻ ആളുടെ പേരാണ് ഞാൻ നന്ദകുമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് ഓൾ പാർട്ടി മീറ്റിംഗും മേപ്പാടി പഞ്ചായത്തും ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിനകത്ത് 100 ചില്ലാനും ആളുകൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുണ്ട്. ലിസ്റ്റ് അംഗീകരിക്കാതെ സ്റ്റിൽ ദാറ്റ് ലിസ്റ്റ് ഈസ് പെൻഡിങ് ബിഫോർ ദി ഗവൺമെന്റ് ആണ്. ഓക്കെ, ആ ഫൈനൽ വന്നിട്ടില്ല. 2, ഇപ്പൊ ഇവര് പറയാണ് നോ ഗോ സോണിൽ നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോവരുത് എന്ന് ഗവൺമെന്റ് പറയുന്നു. പക്ഷെ അവിടെ വീട് സ്ഥലമുള്ളവൻ അവൻ എന്താണ്, അവന്റെ റീഹാബിലിറ്റേഷൻ ഗവൺമെന്റ് ചെയ്യുന്നില്ല. പിന്നെ നോംസിന്റെ പേരിൽ പുറത്തായ ധാരാളം ആളുകൾ. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ 2 റേഷൻ കാർഡ് ഉണ്ട്. അല്ല, 2 കുടുംബം, ഒരു റേഷൻ കാർഡ്, വീട്ടിന്റെ നമ്പർ ഇല്ലാത്തവൻ, കയ്യേറ്റ ഭൂമി താമസിച്ചവൻ, പാടിയിൽ താമസിച്ചവൻ. അപ്പൊ ഇവർക്കൊന്നും ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ പുനരധിവാസം എന്ന് ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് തന്നില്ല. അപ്പം അതുകൊണ്ട് അത് ഇതിനെ മറ്റേ പുറത്തേക്ക് വരുമ്പോ ഇതൊക്കെ ഒരു ചർച്ചയായി. അവിടെ ഫണ്ട് അത് ഇത് അതിനൊന്നും ഇവിടെ വയനാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന് ഒരു കാര്യമില്ല. പിന്നെ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഈ ഇലക്ഷനിൽ അവിടെയൊക്കെ? അല്ല, ഇലക്ഷന് പിണറായിക്ക് എതിരായ ഒരു സാധനം തന്നെയാണ് മെയിൻ സാധനം. പിണറായി വിരുദ്ധ തരംഗമാണോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗമാണോ? പിണറായി വിരുദ്ധ ഭരണവിരുദ്ധം ഉണ്ട്. പക്ഷെ പിണറായി ആണ് അതിലെ പിൻ പോയിന്റ്. പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വേറെ ആള് നോക്കുമ്പോ കുറെ ആള് സർവേ നടക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഒരാംഗിളിൽ സർവേ ശരിയാകുകയും വേറൊരു സ്ഥലത്ത് ഈ ഗവൺമെന്റ് മൊത്തം ഞങ്ങൾ ജയിക്കും എന്ന് പറയും. പിന്നെ നയിച്ച പിണറായി അല്ലേ. ഈ സർവേ മിസ്മാച്ച് കാണുക ഞാൻ ഒരു പത്രപ്രവർത്തകനായിട്ട് പറയാ. അവിടെ നമ്മളൊരു മിസ്മാച്ച് അല്ലേ. അങ്ങനെ പിണറായിക്ക് ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സർവേ എങ്ങനെ ശരിയാവുന്ന അതിന്റെ മുകളിൽ ജയിക്കണ്ടേ? ഈ കൽപ്പറ്റയിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? കൽപ്പറ്റയിൽ ഒരു 10 to 15 ആണ് നമ്മുടെ ഒരു. അപ്പോഴും നമ്മുടെ രാഹുൽ ഗാന്ധിയും മിനിമൈസ് ചെയ്താണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിലേക്ക് എന്തായാലും എത്തില്ല. അല്ല, അതൊരിക്കലും അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് എല്ലാ ആളുകളും അതിനകത്ത് ഒരു പൊളിറ്റിക്സിന് അതീതമായി അവർക്കൊരു വോട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ എന്ത് പറഞ്ഞാൽ അത് നെഹ്റു കുടുംബത്തിനൊരു വോട്ട് ഇവിടെ. ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ച് ഇത്തവണ UDF പോയി എന്നുള്ളതാണ് ഈ സർവേയിൽ പറയാ. എത്രമാത്രം ശരിയാണ് അവിടെ? അത് 100%. അത് ഏറ്റവും എഫക്ട് ചെയ്ത സ്ഥലമാണ് വയനാട്.
അതെ, അത് ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ സാമുദായിക സംഘടനകൾക്ക് അപ്പൊ മുമ്പ് ഇപ്പൊ CPM ആണ് അവർക്ക് ഒരു ഭയങ്കരമായ അതിനൊന്നും കാര്യമില്ല, അവരെവിടെ ഇല്ല നാഷണൽ. അപ്പൊ ഉം. കോൺഗ്രസ് വേണം. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ആക്ച്വലി ഈ ഇതിനകത്ത് ഫൈറ്റിംഗ് പാർട്ടി എന്ന അല്ലെങ്കിൽ UDF ആണ് ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇടക്കാലത്ത് അവർ ചില ചെപ്പടി വിദ്യ കാണിച്ചു തന്നെങ്കിൽ ഇപ്പൊ ഞാനതൊരു DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്റെ ഇത് മാത്രമല്ല, അതിന്റെ റിയൽ ഫാക്ട് അതാണ്. കോൺഗ്രസ് മാത്രം ജയിക്കുന്ന ഒരു ജില്ലയായിരിക്കും വയനാട് അല്ലേ? യെസ്, വേറൊരു പാർട്ടി അങ്ങനെയാണ് ഇല്ലല്ലോ ഇപ്പോഴത്തെ. അവിടെ. പിന്നെ ഉം. ഇല്ല, അപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ആണല്ലോ, ഉം, ഉം, ഉം. സാധ്യതകളും ആണല്ലോ. അപ്പം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ VD സതീഷിന്റെ യാത്ര എത്രമാത്രം വിജയമായിരുന്നു വയനാട്ടില്? ഗംഭീരായിരുന്നു, നന്നായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? അല്ല, ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചാൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് എത്തിയ ഞാൻ അതെനിക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് അങ്ങനെയല്ല അതിലേക്ക് അല്ല, എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന അല്ല, നിലയിൽ ഞാൻ എങ്ങനെയായിരുന്നു നന്ദകുമാരെ ഞാൻ അവിടെ വെച്ച് നമുക്കത് അല്ല അങ്ങനെയല്ല. അപ്പം ഞാനിപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു എന്നല്ലേ എനിക്ക്, അതാണല്ലോ അതിന്റെ ശരി. അപ്പൊ നമ്മളൊരു ഇന്റേണൽ മാറ്ററിലേക്ക് വന്നാൽ നമ്മൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. നേതാവ് പ്രതിപക്ഷം അദ്ദേഹമായിരുന്നല്ലോ. നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നേതൃത്വമൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്, അതിനൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഇന്റേണൽ സാധനത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ പൊതുവായ ഒരു നമ്മുടെ മുന്നണിക്ക് അകത്തുള്ള ഒരു ഇന്റേണൽ മാറ്റർ ആണല്ലോ. ആരാണ് നേതൃത്വം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായ കാര്യമല്ലേ? ഞങ്ങളത് പബ്ലിക്കായ മാറ്ററാണ്. ഞാൻ വളരെ സൂക്ഷിച്ച്. അതെ, VD സതീശൻ വന്ന ശേഷമുള്ള എല്ലാ ഇലക്ഷനിലും എല്ലാ തദ്ദേശം അതേപോലെ ഉപതെരഞ്ഞെടുപ്പൊക്കെ വിജയിച്ചുള്ള ഒരു മുന്നേറ്റമാണല്ലോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആയിക്കോട്ടെ, ആണല്ലോ അനുബന്ധ തർക്കം അതൊരു റിയാലിറ്റി ആണല്ലോ. എല്ലാ ബൈ ഇലക്ഷൻ നമ്മൾ ജയിക്കുന്നു, ലോക്കൽ ബോഡി നമ്മൾ ജയിക്കുന്നു. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സിംഗിൾ കളക്റ്റീവ്. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. അദ്ദേഹം പ്രതിപക്ഷ ശേഷിയുള്ള ഉപതെരഞ്ഞെടുപ്പുകളും അല്ലല്ല, ഞാൻ നന്ദകുമാർ നിഷ്പക്ഷമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു സാധനം പറയാം. പാർട്ടിക്കുള്ളിലും അതുപോലെ ഇത് കളക്റ്റീവ് ലീഡർഷിപ്പ് ആണല്ലോ. അതെ, നമ്മൾ കളക്റ്റീവ് ലീഡർഷിപ്പ് ടീം UDF എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കളക്റ്റീവ് ലീഡർഷിപ്പ് അദ്ദേഹവും പറഞ്ഞു അങ്ങനെയല്ലേ, ടീം UDF ആണെന്നുള്ളത്. ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി നല്ല വേർഡാണ്. ഇറ്റ് ഇസ് എ കളക്റ്റീവ് ലീഡർഷിപ്പ്, കൂട്ടായ നേതൃത്വം, കൂട്ടായ തീരുമാനം. അല്ലാണ്ട് കളക്റ്റീവ് ലീഡർഷിപ്പ് ആണ്, നോട്ട് ടീം UDF. അല്ല, എന്റെ വെർഷനാണ് ഇത്. ഇറ്റ് ഇസ് കളക്റ്റീവ് ലീഡർഷിപ്പ് ആണ്. അതാണല്ലോ നമ്മുടെ കറക്റ്റ് ടേം, അതാണ് കളക്റ്റീവ് ലീഡർഷിപ്പ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് ലീഡർഷിപ്പ്. അതാണ് അതിന്റെ പക്ക പൊളിറ്റിക്കൽ ടേം. അപ്പൊ അതിൽ നമ്മൾ പലപ്പോഴും ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പോ നമ്മളിപ്പോ ചില കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഞാനിപ്പോ മാനന്തവാടിയിൽ ഇലക്ഷൻ നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചാർജ് എനിക്കുണ്ട്. അപ്പൊ എന്നെ ഇരുത്തി ഇങ്ങനെ പുകഴ്ത്തും. ഞാൻ ലീഡർഷിപ്പ് കൊടുക്കാൻ ഞാനില്ലെങ്കിലും ഇതൊക്കെ നടക്കൂ. അങ്ങനെ ഞാൻ പറയുന്നപ്പോ എന്നെ പോലും ഇരുത്തിക്കൊണ്ട് എനിക്ക് പോലും അസ്വസ്ഥത തോന്നുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ എങ്കിലും നമുക്ക് പ്രതിപക്ഷം എഫക്റ്റീവായിട്ട് നടന്നു, അതൊക്കെ ശരിയാണ്, അതിനൊന്നും തർക്കമില്ല. ഈ ഭരണത്തിൽ ഈ ഇലക്ഷനിൽ ഇപ്പം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ ആയിരിക്കോ അതിലും മുന്നോട്ടുണ്ടായിരിക്കോ UDF-ന്? ഇല്ല, ഏകദേശം അതൊക്കെ തന്നെ ആവാനാണ് സാധ്യത. മിസ്മാച്ച് കാണുന്നത് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് 31 സംതിങ് അല്ലേ പറഞ്ഞത് അല്ലേ? അതെ, 31 സംതിങ് പറയുന്നു. പക്ഷെ LDF അധികാരത്തിൽ വരില്ല. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് അവർ സർവേ നടത്തിയത് എന്ന് എനിക്കറിയില്ല. അപ്പോ പിണറായി വിജയന് പിണറായി വിജയൻ ഉണ്ട്, പക്ഷെ LDF ഭരണത്തിനില്ല എന്ന് പറയുന്നത് എനിക്ക്. പക്ഷെ ഈ തല തിരിച്ചാ ഞാൻ ചിന്തിക്കുന്നത്. ഈ ഭരണത്തെക്കാളും അദ്ദേഹത്തിനാണ്. കാരണം നിങ്ങൾ ഈ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം അല്ലെ കഴിഞ്ഞ എസ്പെഷ്യലി ഫോർ ദി ലാസ്റ്റ് 5 years ഈ കറപ്ഷൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവുമായി ചുറ്റിപ്പറ്റിയുള്ള സാധനത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഗ്രേവ് കറപ്ഷൻ ചാർജ് എന്ന് പറയുന്നത് അല്ലേ? കേരളത്തിന് കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഇത് രാഷ്ട്രീയ പ്രതിയോഗികളെ ശരിയാക്കുന്നത് അത് അവർക്ക് വേണ്ട. അതും ഈ മുതലാളിമാരെ അവർ ശരിയാക്കിയവരുണ്ടല്ലോ. എനിക്കിപ്പോ ഇതിന് ഒന്നും അറിയാത്ത ആളാണ് ഞാൻ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഒരു വെർഷന് വേണ്ടിയാ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെയോ നിങ്ങൾക്ക് അറിയാവുന്നതിന്റെ ഒരു മൂല പോലും എനിക്കറിയില്ല. നാളെ നമ്മളൊരു ബന്ധം വന്ന് കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ വിളിച്ച് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാലോ എന്നേക്കാൾ കൂടുതൽ. വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യവും വയനാട് ജില്ലയിൽ എന്തൊക്കെയാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയും. ഇപ്പം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി അല്ല ഉടായിപ്പിന്നോട് ചോദിക്കണോ നിങ്ങള്? ഞാൻ പറയും ഞങ്ങളോട്. എന്തായാലും കേരളത്തിൽ പിണറായി വിജയനെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് പുറത്തു കൊണ്ടുവന്ന് ഞാനാണല്ലോ. ധൈര്യമല്ലോ. ഞാനിപ്പോ നിങ്ങളായോണ്ട് ഇത്ര സംസാരിക്കുന്നത്. നന്ദകുമാർജി, ഞാനിപ്പോ നിങ്ങളെ സൂചിപ്പിക്കാൻ പറ്റും. നിങ്ങളായതുകൊണ്ടാണ്. മറ്റേ സാധാരണ പത്രക്കാരൊക്കെ വിളിച്ചാൽ ഞാൻ അത്ര അങ്ങനെ വലിയ സമയം ഇത് വേണ്ടാകട്ടെ ഒഴിവാക്കും. നിങ്ങളായോണ്ടാണ്.
ഞാൻ ഒരുപാട് നിങ്ങളുടെ ഇന്റർവ്യൂവും നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾ പലപ്പോഴും ഒരു ത്രെറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തടിക്ക് കേടാ അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നടന്ന അത്യാവശ്യം സംഭവങ്ങളാണല്ലോ നടന്ന സംഭവങ്ങളാണല്ലോ അതെ ആണ് കേരളത്തിൽ. അതെ അത് നടന്ന സംഭവം പറയണമെങ്കിലും ധൈര്യം വേണ്ടേ? തീർച്ചയായിട്ടും. എനിക്കതില്ലാത്ത ആളാണ് വെച്ചോളൂ. അപ്പൊ എനിക്കൊരു ആരാധന നിങ്ങളോട്. എനിക്ക് ചെയ്യാൻ ഞാൻ പിണറായി പറ്റാത്ത വിജയൻ സാധനം എപ്പോഴും വെല്ലുവിളിക്കുന്നതല്ലേ പിണറായി. ചോദിക്കും. ഞാനിപ്പോ ചില കാര്യത്തിൽ ഡിഫറെന്റ് ഫിലോസഫി അല്ല ഞാനിപ്പോ സംസാരിക്കുമ്പോ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം someone else is doing. അപ്പൊ എനിക്കാണല്ലോ ഹീറോ വർഷിപ്പ് വരിക. അല്ല, ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴീ അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചോണ്ട് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം, ഞാൻ കൊണ്ടുവന്ന റിപ്പോർട്ട് തെറ്റുണ്ടെങ്കിൽ. അതെ അതെ അതെ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. എന്താണേലും നമുക്കൊരു വയനാട്ടിൽ ഒരു മോശം വരില്ല എന്നാണ് 100% എന്ത് നമ്മുടെ ഒരു പ്രതീക്ഷ. ഓക്കെ ഓക്കെ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഞാൻ ഈ നമ്പർ സേവ് ചെയ്ത് ഓ വെക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഓക്കെ. വയനാട്ടിൽ എവിടെ വരുമ്പോൾ നേരിട്ട് താമസിക്കുന്നത്? കാണാം. ഞാൻ കാണാം. കോഴിക്കോടായിരുന്നു കോഴിക്കോടാണോ ഇപ്പോൾ എറണാകുളത്താണ്. എറണാകുളത്താണല്ലേ? ഉം, ഉം, ഞാൻ നിങ്ങളുടെ ആപ്പീസ് അടിച്ചു പൊളിച്ചത് മുതൽ റിയാസിന് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഉം, എല്ലാം ഉം. എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും എനിക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഒരു തീർച്ചയായിട്ടും പത്രപ്രവർത്തനോട് എന്ന ഭാഷയല്ല. പിന്നെ പാർട്ടിയിലെ ഇന്റേണൽ കാര്യങ്ങൾ ഞാൻ ഒരു മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുമ്പോൾ ഞാൻ മിതത്വവും സൂക്ഷ്മതയും എനിക്ക് വേണമല്ലോ. പിന്നെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഫോണിലായി പറയാമായിരുന്നു. നിങ്ങൾ ചോദിച്ചു വെച്ചിടത്തൊക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ അപ്പോ ഓക്കെ നിങ്ങളെ പോലെ ഒരു കൂർമ്മ ബുദ്ധിക്കാരനായ പത്രപ്രവർത്തനോട് ഓക്കെ 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 അപ്പൊ താങ്ക് നേരിട്ട് യു. കാണാം. നമുക്ക് എന്തായാലും ഓ വിളിച്ചതിൽ തീർച്ചയായിട്ടും സന്തോഷം. തീർച്ചയായും വളരെ പരിചയപ്പെടാൻ നമ്മൾ സന്തോഷം. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതെ അതെ അതെ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം നേരിട്ട് കാണാം നമുക്ക്. കാണാം. വയനാട് ഞാൻ വരും. വയനാട് വരുമ്പോൾ വിളിക്ക്, കാണാം നമുക്ക് വയനാട് കേട്ടോ. ഞാൻ വരും. ആ വീടുമായി ഞാനിവിടെ ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു കുറെ കാലം. മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് എവിടെ പ്രസിഡന്റ് ആയിട്ട് എവിടെ? മാറിയത്. ആ കൽപ്പറ്റ. വയനാട് കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് 3 കൊല്ലം ഇവിടെ. ആ വീടിന്റെ കാര്യത്തിലേ നമുക്ക് ആ ഗവൺമെന്റിന്റെ ആ വീടുകളുടെ കാര്യത്തിലൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഞാൻ വരും, അന്നേരം ഞാൻ വിളിക്കാം. ആ ആ ആ ആ ഞാൻ തന്നെ വന്നിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉവ്വ് ഉവ്വ് ഉവ്വ്. ഓക്കെ. അതിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് അതിന്റെ അകത്ത്. അതിലൊരു സാധനം ഒരാളെങ്കിലും അവരുടെ റേറ്റും ആണ് അതിലെ ഹൈലൈറ്റ്. അതെ, 300 കോടി രൂപയോളം അവർ ഇതിനു അപ്പൊ വേണ്ടി നമ്മളെ ചെലവാക്കിയെന്ന് പറഞ്ഞു. ഈ വീട് കൊടുത്തതും പ്രൊജക്ടിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. ഇല്ല, അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. നമ്മൾ പറയുന്നത് 300 കോടിയോളം രൂപ അതിന്റെ പേരിൽ ആണ്. അതെങ്ങനെ? അതാണ് മനസ്സിലാവാത്തത്. അത് correct. ഒരാളെങ്കിൽ വഴിയാണല്ലോ അവർ തട്ടിപ്പ് കംപ്ലൈന്റ് നടക്കുന്നത്. ഒരാളെങ്കിലും പറയുന്ന റേറ്റ്, അവരുടെ പറയുന്ന ടേംസ്, അവർ പറയുന്ന കണ്ടീഷൻ, അവർക്ക് ഇതില്ലല്ലോ, പിന്നെ കൊട്ടേഷൻ ഇല്ലല്ലോ, ടെൻഡർ വിളിക്കുന്നില്ലല്ലോ. അതാണ് അത് ഞാൻ മനസ്സിലാക്കുന്ന. ഡിസാസ്റ്റർ DDMA ആക്ട് അനുസരിച്ച് സ്പോട്ടാണ്. എന്തും എങ്ങനെയാണ് മറ്റുള്ളതിന് നടപടിക്രമങ്ങളും ചട്ടവട്ടങ്ങളും ഉള്ളൂ. മറ്റത് ചെയർമാൻ CM ആണ്, അതൊക്കെ തീരുമാനിക്കാം. ജില്ലാ തലത്തിൽ കളക്ടറാണ്. അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വയനാട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൂടി അവർക്ക് ഇലക്ഷനിലുണ്ടാവും. തീർച്ചയായും ഇവർ മത്സരിക്കുന്നതും ഇവരുടെ പ്രത്യേകമായ എഫക്റ്റുള്ള സ്ഥലമാണ് ഈ പറയുന്ന വയനാട് എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ ഈ അടുത്ത കാലത്തൊരു തട്ടിപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആനക്കാമ്പൊയിൽ ഒരു വലിയ തുരങ്കം തുറന്നിട്ട് മേപ്പാടി പോയി കയറുന്ന പരിപാടി വെറും തട്ടിപ്പാണ് അത് എന്നുള്ളതാണ് സത്യം.